നമ്മുടെ വീട്ടിലെ പൂജാ റൂമുകൾ ഇപ്പം ആദ്യം ഒരു അങ്ങനെ ഒരു അമ്പലം പോലെ വീടുകളിൽ പൂജാ റൂം പണിയേണ്ട ആവശ്യമുണ്ടോ? ഇന്നിപ്പം എല്ലാ വീട്ടിലും ഒരു ചെറിയൊരു അലമാരക്കകത്തായിട്ട് ഒതുക്കിയിട്ടുണ്ട്. വലിയ വീടായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു കുഴപ്പമാണ് വാസ്തുവിൽ. കാരണം ദൈവത്തിന്റെ കാര്യം അതുകൊണ്ട് ആർക്കും അധികം വലിയ ധൈര്യമായി അതിനെ പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വീടിന് ചുറ്റുമൊക്കെ ഈ മതിൽ കെട്ടില്ലേ, അപ്പം ഈ കിണർ വേർതിരിച്ചും കെട്ടാറുണ്ട്. എൻ്റെ വീട്ടിൽ ഇതുപോലെ മുട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ നമ്മുടെ സൺഷെയ്ഡ് കിണറും ഇതും തമ്മിൽ ദോഷമാണെന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് മാറ്റാറുണ്ട്. കിണറും വീടും തമ്മിൽ വേർതിരിച്ച് മാറ്റാറുണ്ട്. അപ്പം ഈ മതിലുകൾ വീടിന് നല്ലതാണോ? അതും ഇനി അത് കെട്ടാൻ നമ്മൾ വാസ്തു നോക്കണോ? നമസ്കാരം, ഞാൻ നിത്യ. കഴിഞ്ഞ എപ്പിസോഡുകളിലെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് പ്രയോജനമായെന്ന് തോന്നുന്നു. കാരണം നമുക്ക് അതുപോലുള്ള കോൾസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇനി മറ്റൊരു മനോഹരമായ കുറച്ച് ചോദ്യങ്ങളായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. സാറും നമ്മോടൊപ്പം ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. സാർ നമസ്കാരം. നമസ്കാരം. നമ്മളെ ഈ വീടിന് ചുറ്റുമൊക്കെ ഈ മതിൽ കെട്ടില്ലേ, അപ്പം ഈ കിണർ വേർതിരിച്ചും കെട്ടാറുണ്ട്. കിണർ കാരണം എൻ്റെ വീട്ടിൽ ഇതുപോലെ മുട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ നമ്മുടെ സൺഷെയ്ഡ് കിണറും ഇതും തമ്മിൽ ദോഷമാണെന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് മാറ്റാറുണ്ട്. കിണറും വീടും തമ്മിൽ വേർതിരിച്ച് മാറ്റാറുണ്ട്. അപ്പം ഈ മതിലുകൾ വീടിന് നല്ലതാണോ? അതും ഇനി അത് കെട്ടാൻ നമ്മൾ വാസ്തു നോക്കണോ? ശരി, ഈ ചോദ്യത്തിന് ആദ്യം ആധികാരികമായി മതിലുകൾ വാസ്തുവിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാം. പിന്നെ മറ്റു കോമഡി മതിലുകളെ കുറിച്ച് പറയാം. അപ്പം ആധികാരികമായി മതിലുകൾ വീടിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വീടിന്റെ മതിലുകൾ തെക്ക് പടിഞ്ഞാറ് മതിലുകൾ ഉയർന്നിരിക്കുകയും അതിനേക്കാൾ താഴ്ന്നിരിക്കുകയും വടക്ക് കിഴക്ക് മതിലുകൾ അതിനേക്കാൾ താഴ്ന്നിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു വീടിന്റെ 4 സൈഡ് മതിലുണ്ട് എന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും വടക്ക് കിഴക്ക് മതിലുകളെക്കാൾ ഉയർന്നിരിക്കണം. ഇതൊരു വാസ്തു രീതിയാണ്. അതങ്ങനെ പാടുള്ളൂ. അപ്പോൾ വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിലാണ് വാസ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പേപ്പറിൽ നമ്മൾ ചതുരം വരച്ചാൽ അതിന്റെ വാസ്തുവുണ്ട്. അങ്ങനെയാണെങ്കിൽ വീടിനെയും മതിലിനെയും രണ്ടായി സങ്കല്പിക്കുക. വീടില്ലാതെ മതിൽ മാത്രമായി നമ്മളൊരു ത്രാസിൽ വയ്ക്കുമ്പോൾ ഭാരവും ഉയരവും തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കൂടുതലായിരിക്കണം. അപ്പം അവിടെ കുറച്ച് കല്ല് കൂടുതൽ കെട്ടുമ്പോൾ ഉയരവും ഭാരവും കൂടും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അതിനേക്കാൾ ഭാരം കുറഞ്ഞിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി വാസ്തു അവിടെ ട്രിഗർ ആവും. ഇനി രണ്ടാമത്തെ കുട്ടി മതിലുകളുണ്ട്. ഇപ്പം നിത്യ ചോദിച്ച ചോദ്യങ്ങളാണ്. പല വീടുകളിൽ ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്, ഒരു വീടിന് ചുറ്റും ഒരു പരിസര ബന്ധവും ഒരു കുട്ടി മതിൽ കാണും. സ്നേഹമതിൽ പിന്നെയും കുഴപ്പമില്ലെന്നേ. ഒരടി പോലും പൊക്കമില്ലാത്ത കുറച്ച് കുട്ടി മതിലുകൾ അവിടെ ഇവിടെയൊക്കെ ഓടും. ഇന്ത്യയുടെ മേപ്പ് പോലെ അവിടെയൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കും കൊച്ചു മതിലുകൾ. ചോദിക്കുമ്പോൾ ആദ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വളരെ വിഷമത്തോടെ പറയും, ഒരു 5 വർഷം മുമ്പ് ഒരു വാസ്തു ടെക്നീഷ്യനെ കൊണ്ടുവന്നു, അവർ ദോഷം മാറ്റാൻ വേണ്ടി കെട്ടിയ മതിലാന്ന് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കും, ദോഷം മാറിയെന്ന് ചോദിക്കും. ഇല്ല സാറേ, അതല്ലേ സാറിന് തിരിച്ചു വിളിച്ചു. അപ്പൊ അതിനുള്ള ചെലവുകൾ നോക്കണേ. പിന്നെ ചില വീടുകളിൽ പോകുമ്പോൾ കന്നിമൂലിൽ കിണറുണ്ടാവും. അപ്പോ ഈ കിണർ വയ്ക്കുന്നതും ഇതേപോലെ ഒരാളോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ്. എന്നിട്ട് ആ കിണറിലൂടെ ഏറ്റുവാങ്ങിയ നഷ്ടം ഒരു 5-8 വർഷം കഴിഞ്ഞ് ഈ കുടുംബത്തിനെ ബാധിക്കുകയും ആ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന് തന്നെ തിരിച്ചും പോയി കാണുകയും അദ്ദേഹം കെട്ടിയ കിണറിന് അദ്ദേഹം തന്നെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇതെന്ത് രസമെന്ന് നോക്കി. ആ പരിഹാരമാണ് ഈ മതിൽ കെട്ടി വേർതിരിക്കാം. പക്ഷെ വെള്ളം അവിടെ നിന്നാണ് എടുക്കുന്നത്. പിന്നെ എന്തിനാ ഈ മതിൽ കെട്ടി വേർതിരിക്കുന്നത്? വെള്ളം അവിടെ നിന്നല്ല എടുക്കുന്നത്. അപ്പോൾ മതിൽ കെട്ടി വേർതിരിച്ചിട്ട് കാര്യമുണ്ടാവും. അപ്പോൾ പല ഭാഗങ്ങളിലും ചുറ്റളവുകൾ വ്യത്യസ്തമായി പോയി എന്നുള്ള രീതികളിൽ ഒരുപാട് ആൾക്കാർ കുട്ടി 1 അടി 1.5 അടി പൊക്കമുള്ള മതിലുകൾ കെട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ആ കാശല്ലാതെ അത് എന്തുകൊണ്ട് വേർതിരിക്കുന്നു, അതിന് മുന്നിലുള്ള കാരണമാണ് നിങ്ങൾ ആരായേണ്ടത്. ഈ മതിൽ കെട്ടാൻ ഉപയോഗിച്ച പൈസയുടെ പകുതി പോലും വരില്ല ഒരുപക്ഷെ അവിടുത്തെ ആ വാസ്തു പ്രോബ്ലം നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. പക്ഷെ വാസ്തു എന്നുള്ളതിൽ വേറൊരു എക്സ്പീരിയൻസിലൊരു കാര്യം പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു വാസ്തു നിങ്ങളുടെ മനസ്സിലെത്തണമെങ്കിൽ അതിനൊരു കാലം വേണം. ആ കാലമാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സുവർണകാലം. ആ കാലം വരുമ്പോൾ ആ വീട് തന്നെ അതിൻ്റെ ബുദ്ധി നിങ്ങൾക്ക് തന്ന് അത് ക്ലിയർ ചെയ്യും. ഇത് വാസ്തുവിൽ തെളിയിക്കപ്പെടാത്ത സത്യങ്ങളാണ്. ഒരു വീട് അതിൻ്റെ വാസ്തുദോഷം മാക്സിമം ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പരിഹരിക്കും. ഒരു പ്രത്യേക സാഹചര്യം കഴിയുമ്പോൾ അത് വീട് 2 രീതികളിൽ ഞാൻ കാണും. എന്നെ അറിയുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, വീടിനെ 2 രീതിയിൽ കാണുക. ഒന്ന് പെരുമ്പാമ്പ്, ചില വീടുകൾ ആന ഇങ്ങനെ അനങ്ങി കഴിക്കുള്ളൂ. പെരുമ്പാമ്പ് അങ്ങനെയല്ല. പെരുമ്പാമ്പ് ഒരൊറ്റ ക്യാച്ച്, പിന്നെ കുറച്ച് സമയത്തേക്ക് അദ്ദേഹം സൈലന്റ് ആണ്. അതേപോലെ ചില വീടിൽ എന്നേക്കുമായി വലിയൊരു നഷ്ടത്തിനുണ്ടാക്കും. കുറച്ച് കാലത്തേക്ക് പിന്നെ ആ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകും. അപ്രതീക്ഷിതമായി മറ്റൊരു നഷ്ടം ഉണ്ടാവും.
ഇത് ചില വീടുകളുടെ വാസ്തു ഉണർത്തുന്ന രഹസ്യങ്ങളാണ്. മറ്റു ചില വീടുകൾ അങ്ങനെയല്ല, തുടർന്ന് ചുമ്മാ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളോടെ കൊണ്ടുപോകും. അവർ 10 വർഷം കഴിയുമ്പം അതിൻ്റെ റിസൾട്ട് വളരെ നെഗറ്റീവ് ആയിരിക്കും, അവരുടെ ഗ്രോത്ത് വളരെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ചെറുമതിലുകൾ കെട്ടി വാസ്തുവിൽ നിന്ന് രക്ഷപ്പെടാവുന്ന രീതികൾ നിങ്ങൾ ഉപേക്ഷിക്കുക. ആ ചെറുമതിലുകൾ കെട്ടാൻ ചിലപ്പോൾ 1 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ കാണുള്ളൂ. വാസ്തുവിൻ്റെ ഹയസ്റ്റ് ദോഷം മാറ്റാനും 1.5 ലക്ഷം രൂപ ആവശ്യമുള്ളൂ. ഒരു മതിൽ അടയ്ക്കുക അല്ലെങ്കിൽ ഒരു മതിൽ തുറക്കുക, ഇത്രയേ ഉള്ളൂ വാസ്തു. പിന്നെ ഭൂമിക്ക് അകത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുഴികളാണ്. കുഴികൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, വാസ്തു കുഴികളിൽ വ്യാപിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞൊരു സൈലന്റ് വേവ്സ് ഉണ്ട് ഭൂമിക്ക് അടിയിൽ. കാരണം ഈ വർഷിക്കുന്ന മുഴുവൻ വേവ്സിനെയും 50% അബോവ് ഭൂമി ഒബ്സർവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കിവിടെ നിയന്ത്രിതമായി താമസിക്കാൻ പറ്റില്ല ഭൂമിക്ക് മേൽ. റേഡിയേഷൻ കൊണ്ട് നമ്മൾ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇല്ലാതായി പോകും. അപ്പോൾ അത് 50% അബോവ് ഭൂമി ഒബ്സർവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭൂമി മാതാവാകുന്നത്. അപ്പം ആ ഒബ്സർവേഷൻ ഭൂമിക്ക് ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കുഴികൾ ഭൂമിക്ക് വാസ്തുവിൽ പറഞ്ഞിരിക്കുന്ന ഉച്ച നീച്ച ഭാഗങ്ങൾ പരിശോധിച്ച് അവിടെ നിങ്ങൾ കുഴികൾ ഉണർത്തുക. അപ്പോൾ അതുകൊണ്ട് ചുറ്റുമതിലുകൾ എന്നുള്ളത് വലിയൊരു വിഷമമാണ്. പല വീടുകളിലും ചുറ്റുമതിൽ കെട്ടി. അവരോട് ഞാൻ ചോദിക്കുന്നത്, മതിൽ കെട്ടി നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഒരാൾ പോസിറ്റീവ് റിസൾട്ട് എന്നോട് പറഞ്ഞിട്ടില്ലെന്നേ. അതുകൊണ്ടല്ലേ ഇടാതെ ആ വീട്ടിൽ ഞാൻ പോകുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് ഇവിടുത്തെ ടെക്നീഷ്യന്മാരെ ഞാൻ അങ്ങനെ വിഷമിച്ച് പറയുക. പക്ഷെ അത് അവരോടുള്ള പ്രത്യേക ദേഷ്യം കൊണ്ടൊന്നുമല്ല. കാരണം നിങ്ങൾ കാണുന്നത് ഒരു വീട് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തോരം വീട് കാണുന്നതെന്നറിയോ? ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ വളരെ സമ്പന്നതനായ ആൾക്കാർ, വളരെ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഒരുപാട് കലാ സാംസ്കാരിക ബോധമുള്ള ആൾക്കാർ, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. പക്ഷേ വാസ്തു ഉണർത്തുന്ന തെറ്റിലകപ്പെട്ട് അവരുടെ സർവ്വതും ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ ഒരു ദിവസത്തെ ഭക്ഷണം പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുകയാണ്. അപ്പം അതെല്ലാം വാസ്തുവിലൂടെയാണെന്നുള്ള സത്യം ഉണർന്ന എനിക്ക് അത് ചെയ്ത ആൾക്കാരോട് ഉണ്ടാകുന്ന സ്വാഭാവിക വിഷമമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല രീതിയിലൊക്കെ എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു ടൈപ്പല്ല. എന്നെ അറിയുന്നവർക്കറിയാം. എനിക്ക് എങ്ങനെയും സംസാരിക്കാൻ അറിയാം. കാരണം ഒരു കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് അവരുടെ പ്രോഗ്രസീവായിട്ടുള്ള മുഴുവൻ വളർച്ചകളെയും തളർത്തുന്നത് ഈ വാസ്തുവും കൂടെ ഒരു കാരണമാകുന്നു. അതിന് കാരണക്കാരനായ മറ്റു ചില അറിവുകളെയാണ് ഞാൻ വഴക്ക് പറയുന്നത്. നിങ്ങളൊന്ന് പരിശോധിക്കുക, കുറച്ചുകൂടെ പഠിക്കുക. സിമ്പിൾ. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തോരം ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നു. എനിക്ക് മേലിൽ ഗുരുശൃംഖലകളുണ്ടെന്നേ. ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നു, എനിക്കൊരു വീട്ടിൽ പോയി ഒരു അബദ്ധം പറ്റി, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നു. അതുപോലെ അവർ എന്നോട് ചോദിക്കുന്നു. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഉത്തരവാദിത്വം അത്രത്തോളം വലുതാണ്, അല്ലേ? അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ പൂജാ റൂമുകൾ ഇപ്പം ആദ്യം അങ്ങനെ ഒരു അമ്പലം പോലെ വീടുകളിൽ പൂജാ റൂം പണിയേണ്ട ആവശ്യമുണ്ടോ? ഇന്നിപ്പം എല്ലാ വീട്ടിലും ഒരു ചെറിയൊരു അലമാരക്കകത്തായിട്ട് ഒതുക്കിയിട്ടുണ്ട്. വലിയ വീടായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു കുഴപ്പമാണ് വാസ്തുവിൽ. കാരണം ദൈവത്തിന്റെ കാര്യം അതുകൊണ്ട് ആർക്കും അധികം വലിയ ധൈര്യമായി അതിനെ പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ മുഴുവൻ ആൾക്കാരും ദൈവം സർവ്വവ്യാപി എന്ന് പറയുന്നു. ആ സർവ്വവ്യാപിയെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തളച്ചിടാൻ ഇവർ ശ്രമിക്കുന്നതാണ് ഈ പൂജാമുറി. അമ്പലങ്ങൾ എന്നുള്ളത്, അവിടെ നടക്കുന്ന പൂജ, അതിന്റെ ക്രമങ്ങൾ എന്നുള്ളത്, അതിന്റെ എനർജി റിസീവിങ്, അതൊരു വലിയ ഹ്യൂജ് എനർജിയാണ്. അതിന്റെ കുംഭാഭിഷേകം തൊട്ട് നമ്മൾ സാധാരണ നമ്മുടെ പ്രശ്നങ്ങളുമായി നമ്മൾ അമ്പലത്തിൽ പോകുന്നത് വരെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു എനർജി സബ്ജക്റ്റാണ്. എല്ലാ മൂർത്തിയും അതിന് താഴെ ലോഹ പ്രതലങ്ങളുണ്ട്, അതിന് മേളിലേ ആ മൂർത്തി ഇരിക്കുള്ളൂ. അവിടെ ഉപയോഗിക്കുന്ന സംസ്കൃത മന്ത്രങ്ങൾ, ആ മന്ത്ര ശബ്ദങ്ങൾക്കുണ്ടാവും, ആ മന്ത്ര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന എനർജി. പിന്നെ എല്ലാറ്റിനുപരി നമ്മൾ വാസ്തു രീതികളിൽ നമ്മൾ നോക്കുമ്പോൾ ചില പ്രശ്ന പരിഹാരം എന്ന് നമ്മൾ സങ്കല്പിച്ച് നമ്മൾ പോകുന്നു. ഇതിൽ 2 സിസ്റ്റമുണ്ട്. വാസ്തു രീതികളിൽ തെക്ക് പടിഞ്ഞാറ് വരുന്ന പ്രശ്നങ്ങൾ അതവരുടെ കർമ്മയായിട്ട് ബന്ധപ്പെടുന്നു. വടക്ക് കിഴക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പം നമ്മൾ പറയത്തില്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ, അതേപോലെ നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് നിങ്ങൾക്ക് മറ്റൊരു വഴിയിൽ നിങ്ങൾക്ക് സഹായം കിട്ടുന്നു. ഈ 2 പോർഷനും വരുന്നത് വടക്ക് കിഴക്കുള്ള തെറ്റിനെയും നല്ലതിനെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ തെക്ക് പടിഞ്ഞാറുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ഏത് അമ്പലത്തിൽ പോയാലും ശരി, എത്ര നിങ്ങൾ വഴിപാടുകൾ ചെയ്താലും ശരി, നിങ്ങൾക്ക് പോവില്ല. കാരണം തെക്കും പടിഞ്ഞാറും വരുന്ന വാസ്തു തെറ്റുകൾ അത് കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കൊരിക്കലും തടുക്കാൻ പറ്റില്ല. എത്ര ബുദ്ധിമാനായ ആളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കണ്ണ് മറച്ചുകൊണ്ട് ആ വീട്ടിലെ തെറ്റ് സംഭവിക്കും. അതിലൂടെ അയാൾ അത് അനുഭവിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ കർമ്മ മാറി അദ്ദേഹം തിരിച്ചും മറ്റൊരു ടെക്നീഷ്യനിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവ്വതും നശിച്ച ആൾ ആ വീട്ടിൽ നിന്ന് വിറ്റു പുറത്തുപോയി മറ്റൊരു വീട്ടിലോട്ട് പോയി അദ്ദേഹം ഒന്നൊന്നായിട്ട് തിരിച്ചു പിടിക്കും. ഇതേ സംഭവിക്കുള്ളൂ. നോർത്ത് ഈസ്റ്റ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുയോജ്യമായ പ്രതിഫലം. ഒരുപക്ഷെ അത് തെക്ക് പടിഞ്ഞാറ് എത്ര തന്നെ നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്താലും, എത്ര തന്നെ നിങ്ങൾ അമ്പലങ്ങളിൽ പോയോ, എന്ത് തന്നെ കാണിക്കുകയോ, എന്ത് തന്നെ നിങ്ങൾ അന്നദാനമോ വസ്ത്രദാനമോ ചെയ്താലും പോകത്തില്ല. അതിനൊരു പർട്ടിക്കുലർ ടൈമുണ്ട്. ആ ടൈം കഴിയാതെ നിങ്ങൾ ആ കർമ്മ വിടത്തില്ല. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കിട്ടുന്നത്.
ഇതുപോലെ നിങ്ങൾക്കും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സാറിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.